തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്ത് നമുക്കറിയല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. തൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മെലിഞ്ഞൊട്ടി വന്നപ്പോഴല്ലയോ ഹബീബായ നബി ചോദിച്ചത്, യാ തൗബാൻ മാലക്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? തൗബാൻ തങ്ങൾ കൊടുത്ത മറുപടി സ്നേഹത്തിൻ്റെ മഹബ്ബത്തിൻ്റെ മറുപടിയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇദാ അന മിത്തു വമിത്ത, നബിയെ ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ, വറുഫിഅത ഫിൽ ഇല്ലിയീൻ, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അല്ലാഹു നബിയെ അങ്ങയെ ഉയർത്തുകയും ചെയ്താൽ, താഴെ തട്ടിലെങ്ങാനും കിടക്കുന്ന തൗബാനിന് ഹബീബായ നബിയെ അങ്ങയെ കാണണമെന്ന് കൊതി തോന്നിയാൽ മേലോട്ട് വരാൻ കഴിയില്ലല്ലോ. ഇന്ന് മദീനയിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുമ്പോൾ എനിക്ക് ഹബീബിനെ കാണണമെന്ന് കൊതി തോന്നും. അപ്പം ഞാൻ വേഗം മക്കളെയും കുട്ടികളൊക്കെ വെച്ചിട്ട് മദീന പള്ളിയിലേക്ക് വരും. ഏതെങ്കിലും ഒരു മൂലയിൽ വന്നിരുന്നുകൊണ്ട് ഞാൻ അങ്ങയെ കണ്ണ് നിറയെ നോക്കുമായിരുന്നു നബിയെ, എൻ്റെ കണ്ണ് നിറയും. എന്നിട്ട് ഞാൻ തിരിച്ചു പോകും. നാളെ സ്വർഗലോകത്തെത്തിയാൽ അങ്ങയെ ഇങ്ങനെ എനിക്ക് കാണാൻ കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ മെലിയാൻ തുടങ്ങിയിരിക്കുന്നു നബിയെ, എൻ്റെ ശരീരം ശുഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശരീരം മെലിയാൻ സ്നേഹം കൊണ്ട്. ആ സ്നേഹത്തിന് മറുപടി പറയാൻ അള്ളാഹുവിൻ്റെ വഹീൻ്റെ വാക്കുകൾ വേണ്ടി വന്നു. തങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ വശ്ശുഹദാഇ വസ്സാലിഹീൻ. ആരൊക്കെയാണോ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത്, അവരെ താഴെ തട്ടിലല്ല, അവർ അംബിയാഇൻ്റെ തട്ടിൽ തന്നെയാണ്, പ്രവാചകന്മാരുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാഇൻ്റെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല റഫീഖുകളാണവർ, എത്ര നല്ല കൂട്ടുകാരാണവർ, അവരുടെ കൂടെയാണ്, താഴെയല്ല എന്ന ആയത്തിറങ്ങിയപ്പോഴാണ് തൗബാൻ റളിയല്ലാഹു അൻഹുവിനും കൂടെയുള്ള സ്വഹാബിമാർക്കും സമാധാനമായത്. ഇത് സ്നേഹത്തിൻ്റെ ചോദ്യമാണ്, മഹബ്ബത്തിൻ്റെ ചോദ്യമാണിത്.